ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. സ്വയം പര്യാപ്ത ഇന്ത്യ എന്ന ആശയം യാഥാർത്ഥ്യമാക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകക്ഷേമം ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വികസിത് കൃഷി സങ്കൽപ് അഭിയാന് ഇന്ന് സമാപനം. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ രാജ്യത്തുടനീളം 1 ലക്ഷത്തിലധികം യോഗ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങി ആയുഷ് മന്ത്രാലയം. സംസ്ഥാനത്തെ ഹൈസ്കൂൾ സമയമാറ്റത്തിൽ മുഖ്യമന്ത്രിയുമായി കൂടിയാലോചന നടത്തുമെന്നും പരാതി ഉന്നയിച്ചവരുമായി സംസാരിക്കാൻ തയ്യാറാണെന്നും മന്ത്രി വി ശിവൻകുട്ടി. ഐസിസി ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ഫൈനലിലെ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക മത്സരം ഉച്ചതിരിഞ്ഞ് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റത്തിലും സ്വയം പര്യാപ്ത ഇന്ത്യ എന്ന ആശയം യാഥാർത്ഥ്യമാക്കുന്നതിലും രാജ്യത്തെ യുവജനങ്ങൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 11 വർഷത്തിൽ നവീനാശയങ്ങൾ പ്രയോജനപ്പെടുത്താൻ യുവാക്കളെ പ്രാപ്തരാക്കുന്നതിനൊപ്പം ആഗോള സാങ്കേതിക ശക്തികേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്താനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിന് സാധിച്ചു. ഇന്ത്യയിൽ സുതാര്യതയോടെയുള്ള സേവന വിതരണം ഉറപ്പാക്കാനും അതിദരിദ്രരുടെ ജീവിതം മെച്ചപ്പെടുത്താനുമുള്ള മാർഗ്ഗമായി സാങ്കേതിക വിദ്യ മാറിയതായും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജനങ്ങൾക്ക് സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനൊപ്പം സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും സാങ്കേതിക വിദ്യയിലൂടെ കഴിഞ്ഞു. ഇന്റർനെറ്റ് ലഭ്യത വിദൂര ഗ്രാമങ്ങളിൽ പോലും ഉറപ്പുവരുത്തിയതിലൂടെ ആഗോള നിലവാരത്തിലുള്ള പരിഷ്കരണം സാധ്യമായതായും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 2 പുതിയ റെയിൽവേ പദ്ധതികൾ രാജ്യത്തെ ഗതാഗത വാണിജ്യ സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും സുസ്ഥിരത വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തിക കാര്യ മന്ത്രിസഭാ സമിതിയാണ് ഇന്ത്യൻ റെയിൽവേ ശൃംഖലയിൽ 6405 കോടി രൂപയുടെ നിക്ഷേപം ഉൾക്കൊള്ളുന്ന 2 മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത്. ഝാർഖണ്ഡിൽ 133 കിലോമീറ്റർ റെയിൽവേ പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ടതാണ് ആദ്യ പദ്ധതി. കർണാടകയിലെ ബെല്ലാരി, ചിത്രദുർഗ ജില്ലകളിലൂടെയും ആന്ധ്രാപ്രദേശിലെ അനന്ത്പൂർ ജില്ലയിലൂടെയും കടന്നുപോകുന്ന 185 കിലോമീറ്റർ ബെല്ലാരി ചിക്ജാജൂർ റെയിൽവേ പാത ഇരട്ടിപ്പിക്കലാണ് രണ്ടാമത്തെ പദ്ധതി. ഇന്ത്യൻ റെയിൽവേയുടെ നിലവിലുള്ള ശൃംഖലയിൽ ഇവ 318 കിലോമീറ്ററിന്റെ വർധന വരുത്തും. രാജ്യത്തെ കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. രാജ്യവ്യാപകമായി നടക്കുന്ന വികസിത് കൃഷി സങ്കൽപ് അഭിയാന്റെ സമാപനത്തോടനുബന്ധിച്ച് ഗുജറാത്തിൽ സംഘടിപ്പിച്ച കർഷക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ക്യാമ്പയിന്റെ ഭാഗമായി കർഷകരും ഗവേഷകരും തമ്മിൽ നടന്നുവരുന്ന ആശയവിനിമയ പരിപാടികൾ കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ये विकसित कृषि संकल्प अभियान आज खत्म नहीं होगा. कृषि वैज्ञानिक, किसान, राज्य और केंद्र सरकार मिलकर काम करेगी. एक राष्ट्र, एक कृषि और एक टीम की भावना से ये वैज्ञानिक और कृषि विभाग किसानों के साथ लगातार खड़ा रहेगा. और प्रधानमंत्री जी जो कहते हैं कि दुनिया का फूड बास्केट अगर कल कोई बनेगा तो भारत बनेगा. हम अपनी जनसंख्या का, अपनी जनता का भी पेट भरेंगे और दुनिया का पेट भरने का काम भी भारत करेगा. കാർഷിക മേഖലയെ സ്വയം പര്യാപ്തമാക്കാൻ ലക്ഷ്യമിട്ട് മെയ് 29-നാണ് രാജ്യത്ത് വികസിത് കൃഷി സങ്കൽപ് അഭിയാൻ ആരംഭിച്ചത്. സംസ്ഥാനത്തും ഇതിന്റെ ഭാഗമായി നടന്നുവരുന്ന കർഷക സമ്പർക്ക പരിപാടികൾ ഇന്ന് പൂർത്തിയാകും. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് ഭൂമിക്കും ഏക ആരോഗ്യത്തിനും യോഗ എന്ന പ്രമേയത്തിൽ രാജ്യത്തുടനീളം 1 ലക്ഷത്തിലധികം യോഗ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കേന്ദ്ര ആയുഷ് സഹമന്ത്രി പ്രതാപ് റാവു ജാദവ്. 21 രാവിലെ 6:30 മുതൽ 7:40 വരെ ഒരേ സമയത്തായിരിക്കും പരിപാടികൾ നടക്കുക. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് സംഘടിപ്പിക്കുന്ന പ്രധാന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ട, കർത്തവ്യപഥ്, ലോധി ഗാർഡൻ തുടങ്ങി 111 പ്രധാന കേന്ദ്രങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കും. യോഗ ദിനാചരണത്തിൽ പങ്കെടുത്ത് പരിപാടിയുടെ വിജയം ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. पूरे भारत में संगठन एक पृथ्वी एक स्वास्थ्य के लिए योग थीम के तहत
एकजुट हो रहे हैं ताकि व्यक्तिगत स्वास्थ्य और वैश्विक सद्भाव के लिए योग के जरिए वसुंधैव कुटुंबकम की भावना को बढ़ावा दिया जा सके। वे अंतर्राष्ट्रीय योग दिवस 2025 को एक ऐसा यादगार कार्यक्रम बनाने के सरकार के इस प्रयास में शामिल हो जो लोगों को योग को दैनिक जीवन में अपनाने के लिए प्रेरित करे। IRCTC വെബ്സൈറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിവയിലൂടെയുള്ള തത്കാൽ ടിക്കറ്റ് ബുക്കിംഗിന് അടുത്ത മാസം 1 മുതൽ ആധാർ സ്ഥിരീകരണം നിർബന്ധമാക്കി. അടുത്ത മാസം 15 മുതൽ എല്ലാ തത്കാൽ ഓൺലൈൻ ബുക്കിംഗും OTP അധിഷ്ഠിതമായിരിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. AC, നോൺ AC ക്ലാസുകളിലേക്ക് ഏജന്റ് വഴി ആദ്യ 30 മിനിറ്റിൽ ഇനി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനുമാവില്ല. രാജ്യത്ത് നിലവിൽ 7154 പേർ കോവിഡ് ചികിത്സയിൽ കഴിയുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ള കേരളത്തിൽ 2165 പേരാണ് ചികിത്സയിലുള്ളത്. സംസ്ഥാനത്ത് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണത്തിൽ മുൻ ദിവസത്തേക്കാൾ കുറവ് വന്നിട്ടുണ്ട്. വ്യാപനശേഷി കൂടുതലുള്ള ഒമിക്രോൺ, JN1 വകഭേദങ്ങളായ LF7, XFG തുടങ്ങിയവയാണ് സംസ്ഥാനത്ത് കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കോഴിക്കോട് തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട സിംഗപ്പൂർ കപ്പലിലെ തീ പൂർണ്ണമായും കെടുത്തുന്നതിനുള്ള ശ്രമം തുടരുന്നു. തീ ഇന്നലെ തന്നെ ഭാഗികമായി നിയന്ത്രണ വിധേയമാക്കിയിരുന്നു. ഡ്രൈ കെമിക്കൽ എക്സ്റ്റിംഗ്വിഷറുകൾ വിതറി തീ കെടുത്താനുള്ള ശ്രമം തുടരുകയാണ്. തീരരക്ഷാസേനയുടെ കപ്പലുകളും ഹെലികോപ്റ്ററുകളും രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുന്നു. സംസ്ഥാനത്തെ ഹൈസ്കൂൾ സമയമാറ്റത്തിൽ വ്യക്തത വരുത്തി പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കോടതി നിർദ്ദേശാനുസരണം വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് ഹൈസ്കൂളുകളിൽ 15 മിനിറ്റ് വീതം രാവിലെയും വൈകിട്ടും അധിക സമയം ക്രമീകരിച്ചത്. സമയക്രമം മാറ്റിയ വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി കൂടിയാലോചന നടത്തുമെന്നും പരാതി ഉന്നയിച്ചവരുമായി സംസാരിക്കാൻ തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. 2 വൈവിധ്യമാർന്ന സമ്പദ്വ്യവസ്ഥകൾക്ക് പരസ്പര സഹകരണത്തിലൂടെ മുന്നേറാൻ കഴിയുമെന്നതിന്റെ ഉത്തമ മാതൃകയാണ് ഇന്ത്യ സ്വീഡൻ പങ്കാളിത്തമെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ. സ്വീഡനിൽ നടന്ന ഇന്ത്യ സ്വീഡൻ ഉന്നതതല വ്യാപാര നിക്ഷേപ നയരൂപീകരണ ഫോറത്തിന്റെ ഭാഗമായി വ്യവസായ പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര സഹകരണത്തിന്റെ വിശാല സാധ്യതകളും അദ്ദേഹം വിശദീകരിച്ചു. നേരിട്ടുള്ള ആനുകൂല്യ വിതരണത്തിൽ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷങ്ങളിൽ 90 ഇരട്ടി വർധനയുണ്ടായതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 6.83 ലക്ഷം കോടിയായി ഉയർന്നു. 2014-ൽ ഇത് 7000 കോടിയായിരുന്നുവെന്നും ധനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. നേരിട്ടുള്ള ആനുകൂല്യ വിതരണത്തിൽ ഏകദേശം 18,600 കോടി രൂപയുടെ ഇടപാടാണ് പ്രതിവർഷം നടക്കുന്നതെന്നും ശ്രീമതി സീതാരാമൻ വ്യക്തമാക്കി. UPI ഇടപാടുകൾക്ക് മർച്ചന്റ് ഡിസ്കൌണ്ട് നിരക്ക് ഈടാക്കുമെന്ന വാർത്ത അടിസ്ഥാനരഹിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് കേന്ദ്ര ധനമന്ത്രാലയം. UPI വഴിയുള്ള ഡിജിറ്റൽ പേയ്മെന്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ സർക്കാർ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസമായ എക്സസൈസ് ശക്തി 2025ന്റെ 8ാമത് പതിപ്പ് ഈ മാസം 18 മുതൽ ജൂലൈ 1 വരെ ഫ്രാൻസിലെ ലാ കവലറിയിൽ നടക്കും. സംയുക്ത സൈനിക ശേഷി മെച്ചപ്പെടുത്തുകയാണ് സൈനിക അഭ്യാസത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. ബാലവേലയ്ക്കെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലണ്ടനിലെ ലോർഡ്സിൽ നടക്കുന്ന ICC ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ 1ാം ദിവസമായ ഇന്നലെ കളി അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്ക 4 വിക്കറ്റിന് 43 എന്ന നിലയിൽ. ദക്ഷിണാഫ്രിക്കയുടെ 1ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ഇന്ന് ഉച്ചതിരിഞ്ഞ് പുനരാരംഭിക്കും. ആദ്യ ഇന്നിംഗ്സിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ 212 റൺസിന് പുറത്തായിരുന്നു. സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് നേരിയ ശമനം. ഇടുക്കിയിൽ ഹൈറേഞ്ചിൽ ഉൾപ്പെടെ മിക്കയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ നേരിയ മഴയാണ് ലഭിച്ചത്. മഞ്ഞ അലർട്ട് നിലനിൽക്കുന്ന കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലകളിൽ രാവിലെ വരെ മഴയുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. കണ്ണൂർ, കൊല്ലം ജില്ലകളിലും ഇന്ന് മഴയ്ക്ക് ശമനമുണ്ട്. മഴ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ ട്രംപ് ഭരണകൂടം നടത്തിയ റെയ്ഡുകൾക്കെതിരെയുള്ള പ്രതിഷേധത്തിൽ ലോസ് ഏഞ്ചൽസിൽ ഇതുവരെ 380 പേർ അറസ്റ്റിലായി. സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ച് കൂടുതൽ പ്രതിഷേധക്കാരെ തിരിച്ചറിയാൻ ശ്രമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വയം പര്യാപ്ത ഇന്ത്യ എന്ന ആശയം യാഥാർത്ഥ്യമാക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
കർഷകക്ഷേമം ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വികസിത് കൃഷി സങ്കൽപ് അഭിയാന് ഇന്ന് സമാപനം. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ രാജ്യത്തുടനീളം 1 ലക്ഷത്തിലധികം യോഗ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങി ആയുഷ് മന്ത്രാലയം. സംസ്ഥാനത്തെ ഹൈസ്കൂൾ സമയമാറ്റത്തിൽ മുഖ്യമന്ത്രിയുമായി കൂടിയാലോചന നടത്തുമെന്നും പരാതി ഉന്നയിച്ചവരുമായി സംസാരിക്കാൻ തയ്യാറാണെന്നും മന്ത്രി വി ശിവൻകുട്ടി. ഐസിസി ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ഫൈനലിലെ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക മത്സരം ഉച്ചതിരിഞ്ഞ് പുനരാരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.